നോർത്തിലേക്ക് ഒരുവിധ ആൾക്കാരൊക്കെ പിന്നെയും പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നോർത്ത് ഈസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര കുറവാണ്. അപ്പൊ നമുക്ക് കുറെ ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു നോഷൻ ഉണ്ട് ആൾക്കാർ ഇങ്ങനെയാണ്. പക്ഷെ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തപ്പം എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. 1 മന്ത് അരുണാചൽ പ്രദേശിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതൊരു തിയേറ്റർ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ട് ചങ്ലാങ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ട്രിക്ട് ഉണ്ട്. അത് മ്യാൻമർ ബോർഡർ ആയിട്ട് വരുന്നത്. അവിടെ മിയാവോ എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജിൽ ഞാൻ പോണതിന്റെ മുന്നേ ഭയങ്കര ആൾക്കാരെ ഒരു ജഡ്ജ്മെന്റൽ പെർസ്പെക്റ്റീവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അരുണാചൽ ആ ഏരിയ ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഇഷ്യൂസ് നടക്കുന്ന ഏരിയാസ് ആണ് പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ഞാൻ പോണ വഴിക്ക് ട്രെയിനിൽ കണ്ട പോലീസുകാർ വരെ എന്നോട് ഭയങ്കര സൂക്ഷിക്കണം, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. അവിടെ പോയപ്പോൾ ആളുകൾ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാർ. ഇപ്പം ഞാൻ അവിടെ ഹയർ സെക്കൻഡറി കുട്ടികളെ കൂടെയും ഹൈസ്കൂൾ കുട്ടികളെ കൂടെ വിമൻ ഗ്രൂപ്പിന്റെ കൂടെ അങ്ങനെ 3 സെക്ഷനായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്ത്. പക്ഷെ ഇവരൊക്കെ ആണെങ്കിലും ഭയങ്കര നൈസായിരുന്നു. ഇപ്പൊ ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വിളിച്ചു, ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു, വീക്കെൻഡ് ഞങ്ങളെ കാണാൻ വരുന്നു. ഭയങ്കര നൈസായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യന്മാർ. സ്റ്റിൽ അവിടുത്തെ കുട്ടികളൊക്കെ ആണെങ്കിലും കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട മിയാവോ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഈ 1 മന്ത് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിലിങ്ങനെ മക്കളെ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ബിക്കോസ് അവരിങ്ങോട്ടേക്ക് തരുന്ന ഒരു സ്നേഹം ഒരു കെയറിംഗ് ഒക്കെ കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഫീലാണ് തിരിച്ച് ഉണ്ടാവുക.